ക്രിസ്തുവിൻ്റെ വികാരിയും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ രാഷ്ട്രത്തിൻ്റെ തലവനുമായ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് ആകാംക്ഷയോടെയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ? ഇത് സംബന്ധിച്ച് പല പ്രവചനങ്ങളും നിഗമനങ്ങളും നടത്തുക സ്വാഭാവികമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് കീഴിൽ സ്വതന്ത്രമായി നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഗതി മുൻകൂട്ടി പ്രവചിക്കുക എളുപ്പമല്ല. മാത്രവുമല്ല, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കത്തോലിക്ക സഭയിൽ നിയതമായ നിയമങ്ങളുണ്ട്. അതനുസരിക്കാതെ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ അസാധുവായിരിക്കും. ഏതാണ് ഈ നിയമം? 1996 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സി ഡൊമിനിച്ചി ഗ്രേജിസ് ഓഫ് ദ ഹോൾ ഷീപ്പ് ഫോൾഡ് ഓഫ് ദ ലോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആണ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നിയതമായ നിയമങ്ങൾ നൽകുന്നത്. ബെനഡിക്ട് മാർപ്പാപ്പ 2007 2013 ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. ഈ നിയമത്തിൻ്റെ ചില വിശദാംശങ്ങൾ പരിശോധിക്കാം. ഒന്നാമതായി, ആരാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്? മാർപ്പാപ്പയുടെ വിയോഗം മൂലമോ രാജിവഴിയോ ശ്ലൈഹിക സിംഹാസനം ശൂന്യമാകുമ്പോൾ സഭയിലെ 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർ ഒരുമിച്ച് ചേർന്ന് രഹസ്യ ബാലറ്റ് വഴി മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഈ സമ്മേളനത്തിന് കോൺക്ലേവ് എന്നാണ് പറയുന്നത്. കോൺക്ലേവ് എന്നത് ഒരു രഹസ്യ യോഗം അല്ലെങ്കിൽ സ്വകാര്യമായ യോഗം എന്നർത്ഥം വരുന്ന പദമാണ്. ലത്തീൻ ഭാഷയിലെ കോൺ കൂടെ എന്നർത്ഥമുള്ളതും ക്ലാവിസ് താക്കോൽ എന്ന അർത്ഥമുള്ളതുമായ രണ്ട് വാക്കുകൾ ചേർന്നാണ് കോൺക്ലേവ് എന്ന വാക്കുണ്ടാകുന്നത്. കോൺക്ലാവും എന്നത് സ്വകാര്യ മുറി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നു. പൂട്ടാവുന്ന മുറി. പിന്നീട് രഹസ്യ യോഗം എന്നായി അതിൻ്റെ അർത്ഥം. അതീവ രഹസ്യമായി നടത്തുന്ന യോഗമായതുകൊണ്ടാണ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനായി നടത്തുന്ന യോഗത്തെ കോൺക്ലേവ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാവുന്ന കർദിനാൾമാരുടെ എണ്ണം 120 കവിയരുത് എന്നാണ് നിയമം. എങ്കിലും നിലവിൽ 252 കർദിനാൾമാരിൽ 135 പേർ 80 വയസ്സിൽ താഴെയുള്ളവരാണ് എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഇവരിൽ ആരെയും ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഈ പ്രത്യേക നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളല്ലാതെ തിരഞ്ഞെടുക്കുവാനോ തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള ആരുടെയും അവകാശം നിഷേധിക്കരുത് എന്ന് ഈ നിയമം അനുശാസിക്കുന്നു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള യോഗ്യത എന്താണ്? ഇത് സംബന്ധിച്ച് പ്രത്യേക നിയമത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും സഭയിൽ മെത്രാൻ പട്ടം സ്വീകരിക്കുന്നതിന് യോഗ്യതയുള്ള ഒരാളെയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വേണം പറയാൻ. കാരണം മെത്രാൻ പദവിയിൽ ഇല്ലാത്തയാളെ തിരഞ്ഞെടുത്താൽ മാർപ്പാപ്പയായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മെത്രാൻ പട്ടം നൽകേണ്ടതുണ്ട്. മെത്രാൻ പദവിയിൽ ഉള്ളയാളെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തിരഞ്ഞെടുപ്പിന് അദ്ദേഹം സമ്മതം നൽകുന്നതോടെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. മാർപ്പാപ്പയുടെ അധികാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. എന്നാൽ പുരോഹിതൻ പോലുമല്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ ചോദിച്ചാൽ അത് പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നില്ല എന്ന് പറയാൻ പറ്റും. എന്നാൽ മെത്രാനല്ലാത്തയാളെ തിരഞ്ഞെടുത്താൽ എന്ന പോലെ തന്നെ പുരോഹിതനല്ലാത്തയാളെ തിരഞ്ഞെടുത്താലും പുരോഹിത പട്ടവും മെത്രാൻ പട്ടവും സ്വീകരിച്ച ശേഷം മാത്രമേ അദ്ദേഹത്തിന് മാർപ്പാപ്പയുടെ സ്ഥാനം ഏറ്റെടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് അതിന് യോഗ്യതയുള്ള ആളെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. എന്നാണ് ഇലക്ഷൻ ആരംഭിക്കുന്നത്? ഇത് സംബന്ധിച്ച് നമുക്ക് സംശയങ്ങളുണ്ടാകാം. പരിശുദ്ധ സിംഹാസനം ശൂന്യമായി 15 ദിവസം കഴിയുമ്പോഴേ ഇലക്ഷൻ ആരംഭിക്കാവൂ എന്നാണ് നിയമം. എല്ലാ കർദിനാൾമാരും റോമിൽ എത്തിച്ചേർന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനാണിത്. എന്നാൽ എല്ലാവരും എത്തിച്ചേർന്നു എന്ന് ഉറപ്പായാൽ 15 ദിവസത്തിന് മുമ്പേ തന്നെ ഇലക്ഷൻ ആരംഭിക്കാം. എന്നാൽ ഗൗരവമുള്ള കാരണങ്ങളുണ്ടെങ്കിൽ 15 ദിവസം കഴിഞ്ഞും ഇലക്ഷൻ നീട്ടിവെക്കാം. അത് 20 ദിവസത്തിൽ കൂടുതൽ ആകരുത് എന്ന് മാത്രം. എവിടെ വച്ചാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്? നിലവിലുള്ള നിയമപ്രകാരം വത്തിക്കാനിലെ സിസ്റ്റൈൻ കപ്പേളയിൽ മാത്രമേ ഇലക്ഷൻ നടത്താവൂ. അതുകൊണ്ട് ഇലക്ഷൻ കഴിയുന്നതുവരെ പുറത്തു നിന്ന് ആരെയും അതിൽ പ്രവേശിപ്പിക്കുന്നതല്ല. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ പങ്കെടുക്കേണ്ട കർദിനാൾമാരും ഇലക്ഷനിൽ സഹായിക്കുന്നവരും ദോമുസ് മാർത്തയിൽ അവർക്ക് നൽകിയിട്ടുള്ള മുറികളിൽ വന്ന് താമസിക്കണം. പുറമേ നിന്നുള്ള ആരെയും അവിടെ പ്രവേശിപ്പിക്കുവാൻ പാടില്ല. അകത്തുള്ളവർ പുറത്തുള്ള ആരുമായും സമ്പർക്കം നടത്തുവാനും പാടില്ല എന്നതാണ് നിയമം. ഇനി തിരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ നടപടിക്രമങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ഇലക്ഷനിൽ വിവിധ രീതികളിൽ സഹായിക്കുന്നവർ ഇതിൻ്റെ രഹസ്യാത്മകത സംബന്ധിച്ച് ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്.
ഇലക്ഷൻ സംബന്ധിച്ച വിവരങ്ങൾ പുതിയ മാർപ്പാപ്പയുടെ അനുവാദത്തോടെയല്ലാതെ പുറത്തു പറയുവാൻ ആർക്കും അനുവാദമില്ല. അങ്ങനെ പറഞ്ഞാൽ അവർ മഹറോൻ ശിക്ഷയ്ക്ക് വിധേയരാകും. വിചാരണ കൂടാതെ തന്നെ തിരുസഭയിൽ നിന്ന് പുറന്തള്ളപ്പെടും. ഇലക്ഷനിൽ പങ്കെടുക്കുന്ന കർദിനാൾമാരുടെ കാര്യത്തിലും ഈ നിയമം ബാധകമാണ്. കോൺക്ലേവ് തുടങ്ങുന്ന ദിവസം രാവിലെ വത്തിക്കാൻ ബസിലിക്കയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയോടുകൂടിയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് നിശ്ചിത സമയത്ത് ആഘോഷമായി എല്ലാവരും വിശുദ്ധ പൗലോസിൻ്റെ കപ്പേളയിൽ നിന്നും വേനി ക്രയാത്തോർ കം ഓ ഹോളി സ്പിരിറ്റ് എന്ന ഗാനം ആലപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ഇലക്ഷൻ നടക്കുന്ന സിസ്റ്റൈൻ കപ്പേളയിലേക്ക് ആഘോഷമായി പ്രവേശിച്ച ശേഷം കാർഡിനൽ ഡീൻ്റെ നേതൃത്വത്തിൽ രഹസ്യം പാലിക്കുമെന്ന പ്രതിജ്ഞ ഏറ്റുപറഞ്ഞ് അതിൽ ഒപ്പുവയ്ക്കുന്നു. തുടർന്ന് നിശ്ചയിക്കപ്പെട്ട രീതിയിൽ ഒരു വൈദികൻ ധ്യാനം പ്രസംഗിക്കും. തുടർന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം കാർഡിനൽ ഡീൻ ഇലക്ഷൻ സംബന്ധിച്ച നിയമങ്ങൾക്ക് വ്യക്തത വരുത്തും. ഭൂരിഭാഗം പേരും സമ്മതം നൽകിയാൽ തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. ഇലക്ഷൻ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ കർദിനാൾമാർ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. പുറത്താർക്ക് സന്ദേശങ്ങൾ അയക്കുവാനോ സ്വീകരിക്കുവാനോ പാടില്ല. തോമസ് മാർത്തയ്ക്ക് പുറത്തുള്ള ആരുമായും ആംഗ്യഭാഷയിൽ പോലും സംസാരിക്കുന്നതും അനുവദനീയമല്ല. അതുപോലെ തന്നെ ബാഹ്യമായ സ്വാധീനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇലക്ഷൻ കഴിയുന്നതുവരെ പത്രം, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവ ഇവർക്ക് ലഭ്യമായിരിക്കുകയില്ല. ഇലക്ഷൻ സംബന്ധിച്ച് നടത്തുന്ന ചർച്ചകൾ, വോട്ടിംഗ് തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞാലും പുറത്ത് പറയുവാനും പാടില്ലാത്തതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ഷന് 3 ഘട്ടങ്ങളുണ്ട്. 1 വോട്ടിങ്ങിന് മുമ്പ്, 2 വോട്ടിംഗ്, 3 വോട്ടിങ്ങിന് ശേഷം എന്നിങ്ങനെ അതിനെ മനസ്സിലാക്കാം. ആദ്യഘട്ടത്തിൽ MC-മാർ അഥവാ മാസ്റ്റേഴ്സ് ഓഫ് സെറിമണീസ് ചതുരാകൃതിയിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ബാലറ്റ് പേപ്പറുകൾ 3 വീതമെങ്കിലും കർദിനാൾമാർക്ക് വിതരണം ചെയ്യുന്നു. അതിനുശേഷം കർദിനാൾമാരിൽ നിന്ന് തന്നെ 3 പേരെ പരിശോധനാ ഉദ്യോഗസ്ഥർ അഥവാ നിരീക്ഷകരായും 3 പേരെ രോഗികളിൽ നിന്ന് ബാലറ്റ് ശേഖരിക്കുന്നതിനായും 3 പേരെ പുനഃപരിശോധകരായും നറുക്കിട്ട് തിരഞ്ഞെടുക്കുന്നു. വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് വോട്ട് ചെയ്യുന്ന കർദിനാൾമാർ മാത്രമേ സിസ്റ്റൈൻ ചാപ്പലിൽ ഉണ്ടാകാവൂ. മറ്റുള്ളവരെ സമയാസമയങ്ങളിൽ പുറത്തേക്ക് വിടുന്നതും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതും ഡീക്കൻ കർദിനാൾമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവരാണ്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്നതാണ് 2ാമത്തെ ഘട്ടം. അൾത്താരയ്ക്ക് സമീപം വെച്ചിട്ടുള്ള ബാലറ്റ് പെട്ടിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ നിക്ഷേപിക്കുന്നത് ഇപ്രകാരമാണ്. വോട്ട് ചെയ്ത ശേഷം കർദിനാൾമാർ മുൻഗണനാക്രമമനുസരിച്ച് കയ്യിൽ ഉയർത്തിപ്പിടിച്ച ബാലറ്റുമായി അൾത്താരയ്ക്ക് സമീപം വന്ന് ദൈവത്തിരുമുമ്പാകെ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്ന വ്യക്തിക്കാണ് എൻ്റെ വോട്ട് നൽകിയിട്ടുള്ളത്. ഇതിന് കർത്താവായ ക്രിസ്തു എനിക്ക് സാക്ഷിയും വിധിയാളനുമായിരിക്കട്ടെ എന്ന് ശപഥം ചെയ്യുകയും ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അൾത്താരയെ വണങ്ങി സ്വസ്ഥാനത്തേക്ക് തിരികെ പോകുന്നു. രോഗികളായി ആരെങ്കിലും സ്വന്തം മുറികളിലാണ് കഴിയുന്നതെങ്കിൽ അവരുടെ വോട്ട് ശേഖരിക്കുവാൻ നിയുക്തരായവർ എല്ലാ വോട്ടർമാരെയും ബാലറ്റ് പെട്ടി തുറന്നു കാണിച്ച ശേഷം അത് പൂട്ടി അവരുടെ മുറികളിൽ ചെന്ന് വോട്ട് ശേഖരിക്കുന്നു. ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് അവരും മേൽപ്പറഞ്ഞ പ്രതിജ്ഞ ചൊല്ലേണ്ടതുണ്ട്. തിരികെ വന്ന ശേഷം രോഗികളുടെ എണ്ണവും ബാലറ്റിൻ്റെ എണ്ണവും തുല്യമാണെന്ന് തിട്ടപ്പെടുത്തണം. അതുപോലെ തന്നെ രേഖപ്പെടുത്തിയ മൊത്തം വോട്ടുകളുടെ എണ്ണവും വോട്ടർമാരുടെ എണ്ണവും തുല്യമല്ലെങ്കിൽ എല്ലാ വോട്ടുകളും കത്തിച്ചു കളഞ്ഞ് വീണ്ടും വോട്ടെടുപ്പ് ആരംഭിക്കും. വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതാണ് 3ാം ഘട്ടം. 3ൽ 2 ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. ആർക്കും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ ഉടൻ മറ്റൊരു ബാലറ്റിംഗ് ആരംഭിക്കും. ഇങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് 2 വോട്ടിങ്ങും ഉച്ചയ്ക്ക് ശേഷം 2 വോട്ടിംഗ് എന്ന രീതിയിലായിരിക്കും ഇലക്ഷൻ നടക്കുന്നത്. വോട്ടെണ്ണലിലും അതിൻ്റെ പുനഃപരിശോധനയ്ക്കും ശേഷം വോട്ട് ചെയ്ത കർദിനാൾമാർ സിസ്റ്റൈൻ ചാപ്പൽ വിട്ടുപോകുന്നതിന് മുമ്പ് തന്നെ എണ്ണിക്കഴിഞ്ഞ ബാലറ്റുകൾ അതിന് നിയുക്തരായവർ കത്തിച്ചു കളയേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെങ്കിൽ ഇത് കത്തിക്കുമ്പോൾ കറുത്ത പുക വരത്തക്ക വിധം ചില കെമിക്കലുകൾ കൂട്ടിച്ചേർക്കുന്നു. തിരഞ്ഞെടുപ്പ് നടന്നാൽ വെളുത്ത പുക വരത്തക്ക വിധമുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ടാകും. ഇലക്ഷൻ തുടങ്ങിയാൽ എല്ലാ ദിവസവും രാവിലെയും ഉച്ചകഴിഞ്ഞും വോട്ടിങ്ങിന് മുമ്പ് കോൺക്ലേവ് ചടങ്ങുകളുടെ ക്രമം ത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും നടത്തിയ ശേഷമേ വോട്ടിംഗ് തുടങ്ങാവൂ.
ഇലക്ഷൻ തുടങ്ങി 3 ദിവസമായിട്ടും ആരും തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഇലക്ഷൻ നിർത്തിവെച്ച് പ്രാർത്ഥനയും വിചിന്തനവും അനൗപചാരിക ചർച്ചകളും നടത്തിയ ശേഷമേ ഇലക്ഷൻ പുനരാരംഭിക്കുകയുള്ളൂ. തുടർന്ന് നടത്തുന്ന വോട്ടിങ്ങിൽ അതിനു മുമ്പ് നടന്ന ബാലറ്റിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ 2 പേരിൽ നിന്നുമായിരിക്കും ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത്. അവർ 2 പേരും ഇതിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടതില്ല. എന്നാൽ 3/2 വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയാലേ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. അവസാനമായി മാർപ്പാപ്പമാരുടെ തിരഞ്ഞെടുപ്പും അതിൻ്റെ പ്രഖ്യാപനവും സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. മുമ്പ് പറഞ്ഞതുപോലെ 3/2 ഭൂരിപക്ഷത്തോടു കൂടി ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാളോട് സമ്മതം ചോദിക്കുന്നതാണ് അടുത്ത നടപടി. കാർഡിനൽ ഡീൻ അഥവാ കർദിനാൾ സംഘത്തിൻ്റെ ഒന്നാമനാണ് സമ്മതം ചോദിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടയാൾ സമ്മതം നൽകിയാൽ അദ്ദേഹം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന പേര് പറയാൻ ആവശ്യപ്പെടും. തിരഞ്ഞെടുക്കപ്പെട്ടയാൾ മെത്രാൻ പദവിയിൽ ഉള്ളയാളാണെങ്കിൽ അതോടുകൂടി അദ്ദേഹത്തിന് മാർപ്പാപ്പയുടെ എല്ലാ അധികാരങ്ങളും പദവിയും ലഭിക്കുന്നു. അതായത് സമ്മതം നൽകുന്ന നിമിഷം മുതൽ അദ്ദേഹം റോമിൻ്റെ മെത്രാനും മാർപ്പാപ്പ എന്ന നിലയിൽ ലത്തീൻ സഭയുടെയും ആഗോള സഭയുടെയും മെത്രാൻ സംഘത്തിൻ്റെയും തലവനുമായിരിക്കും. ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി കോൺക്ലേവ് ചടങ്ങുകളുടെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഇക്കാര്യം ജനങ്ങളോട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്ത എല്ലാ കർദിനാൾമാരും പുതിയ മാർപ്പാപ്പയുടെ മുമ്പിൽ ആദരവ് പ്രകടിപ്പിക്കുകയും വിധേയത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. വെളുത്ത പുകയും വത്തിക്കാൻ ബസിലിക്കയിൽ നിന്നുയരുന്ന കൂട്ടമണികളും മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിൻ്റെ പരമ്പരാഗത അടയാളങ്ങളാണ്. ഇത് മനസ്സിലാക്കി പുറത്ത് കാത്തു നിൽക്കുന്ന ജനത്തോട് ഇലക്ഷൻ നടന്ന കാര്യവും ഹബേമുസ് പാപ്പാം എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ പുതിയ മാർപ്പാപ്പയുടെ പേരും പ്രഖ്യാപിക്കുന്നത് ഏറ്റവും സീനിയറായിട്ടുള്ള കാർഡിനൽ ഡീക്കനാണ്. മാർപ്പാപ്പ ജനങ്ങൾക്ക് വത്തിക്കാൻ ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്നും അപ്പസ്തോലിക ആശീർവാദം ഊർബി എത്ത് ഓർബി നൽകുന്നതോടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നു. പിന്നീട് നിശ്ചയിക്കപ്പെട്ട സമയത്ത് ലാറ്ററൻ ബസിലിക്കയിൽ വെച്ച് റോമിൻ്റെ മെത്രാനായി അദ്ദേഹം സ്ഥാനമേൽക്കും. വോട്ടർമാരായ കർദിനാൾമാർ ശപഥം ചെയ്യുന്നതുപോലെ ദൈവത്തിരുമുമ്പിൽ ഏറ്റവും യോഗ്യരായവരെ തിരഞ്ഞെടുക്കുവാൻ കർദിനാൾ സംഘത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.